നിങ്ങൾ എത്ര പേര് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ആ ഒരു ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 15 പേർക്ക് ഞാൻ ആ ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുത്തത്. ഇത് കൂടാണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള റെസ്റ്റോറൻ്റ് ആണത്. ഇവർ സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് പൈസ ഇല്ലാത്ത ഒരുപാട് പാവങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഇവർ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. എവിടെയാണെന്നല്ലേ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കൊച്ചിയിൽ ഒതന്റിക് ഹൈദരാബാദി കിട്ടുന്ന ആകെ ഒറ്റൊരു സ്പോട്ടുള്ളൂ. അത് നമ്മുടെ എടപ്പള്ളിയിലുള്ള ഹൈദരാബാദി കിച്ചൺ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 365 ദിവസം നിങ്ങൾക്ക് മട്ടൻ ഹലീം കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒതന്റിക് ഹൈദരാബാദിയും കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചിയിൽ ഒരുപാട് ഫുഡ് സ്പോട്ടിൽ നമുക്ക് ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് മെനുവിൽ കാണാൻ പറ്റും. പക്ഷെ ഒതന്റിക് ബിരിയാണി കഴിക്കണമെങ്കിൽ നമ്മൾ ഹൈദരാബാദി കിച്ചണിൽ തന്നെ നിങ്ങൾ വരണം. ഒരുപാട് ഫാമിലി വന്നാലും സുഖമായിട്ട് ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈദരാബാദിൽ തന്നെ ഒരു ഫുൾ ടീം വന്നിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണത് തന്നെ. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ ഒതന്റിക് ഹൈദരാബാദി ബിരിയാണി എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നതെന്ന്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 365 ദിവസം ഫുൾ സ്ട്രെച്ചിൽ മട്ടൻ ഹലീം കൊടുക്കുന്നത്. ഒരു സാധാ റെസ്റ്റോറൻറ്റ് മാറ്റി വെച്ചിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോലും നമുക്ക് 365 ദിവസം മട്ടൻ ഹലീം കിട്ടില്ല. അപ്പോഴാണ് ഹൈദരാബാദി കിച്ചൺ എല്ലാ ദിവസവും മട്ടൻ ഹലീം കൊടുക്കുന്നത്. ഇതുകൂടാണ്ട് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂഷ്വലി ഒരു സ്ഥലത്ത് നിന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പീസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്രത്തോളം പീസ് ഉണ്ട് നമ്മൾ എണ്ണിയാൽ പോലും തീരില്ല. കാരണം അത്ര ക്വാണ്ടിറ്റിയിലാണ് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് സിമ്പിൾ ആയിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ട്. ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ലാന്ന് തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും മെൽറ്റ് ആയി പോകും. കാരണം അത്ര കിട്ടുന്ന ടേസ്റ്റ് ആണ്. നമ്മൾ ഹൈദരാബാദിലൊക്കെ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ച് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ വന്നാൽ മറക്കാതെ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇവിടുത്തെ മട്ടൻ ഹലീം. ഫ്രൈഡ് ഓണിയന്, കാഷ്യൂനട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് തരുന്ന റിച്ച് ആയിട്ടുള്ള മട്ടൻ ഹലീമാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത് എന്റെ ഗ്യാരണ്ടി ആണ്. ഈ കാണുന്ന ഹലീമിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 6-7 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഈ മട്ടൻ ഹലീം നമുക്ക് അവർ സെർവ് ചെയ്യണത്. കൊച്ചിയിൽ വേറെ എവിടെയും നിങ്ങൾക്ക് ഹലീം കിട്ടൂല. അത് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. നമ്മുടെ സുഹൃത്ത് നൈസിൽ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഹലീം കഴിക്കാൻ പോണത്. നൈസൽ കഴിച്ചു നോക്കൂ. നിർത്തയച്ചാൽ മതി. നിങ്ങൾ ഇതുവരെ മട്ടൻ ഹലീം കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ മട്ടൻ ഹലീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 15 പേരുടെ വയറും മനസ്സും നിറച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത്. ഹൈദരാബാദി കിച്ചന്റെ ഓണർ ആയിട്ടുള്ള റിയാസ്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആകെയുള്ള ഒരു മലയാളി റിയാസ്കനെ. റിയാസ്ക ഇവിടെ ഞാൻ മാത്രമല്ല, സപ്ലൈക്ക് മലയാളി ഉണ്ട്. ബാക്കിയുള്ള ഫുൾ ടീം ഹൈദരാബാദാണ്. മെയിൻ ഷെഫ് ഹൈദരാബാദാണ്. ആണോ? നമ്മള് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് മെയിൻ ആയിട്ട്? നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും വരുന്നത് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ്, ഹൈദരാബാദ് ഒരു 70% അത്തരമുള്ള കസ്റ്റമറാണ്. 70% മലയാളികളല്ലാന്ന് പോലും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒതന്റിക് ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അപ്പൊ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവാല്ലേ? ഇവിടെ ഞാൻ വേറൊരു കാര്യം, റിയാസ്ക അതെന്താ സംഭവം? ഇവിടെ ഒരു പ്രത്യേക സംഭവം ഉണ്ട്. കേരളത്തിൽ വേറെ എവിടെ നമ്മൾ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. അതൊരു റെസ്റ്റോറന്റ് ഓണറാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടാ. ഇത് കണ്ടില്ലേ? ഇത് ഫില്ല് ചെയ്യാനുള്ളതാണ്. 24 hours അവരിവിടെ വന്ന് കഴിക്കും. 24 hours നമ്മൾ ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഇതിൽ ഫില്ല് ചെയ്യും. ഇവിടെ ഡോഗ്സ് കഴിക്കും. അതിന് ഇന്ന പെർട്ടിക്കുലർ ഡോഗ് എന്ന് വെച്ചാൽ ഇല്ല, സ്ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കും. സ്ട്രീറ്റ് ആണ്. അതുപോലെ ഇപ്പൊ ഡോഗ് മാത്രമാണോ മനുഷ്യന്മാർക്ക്? മനുഷ്യന്മാര് ആര് വന്ന് ചോദിച്ചാലും അൽഹംദുലില്ലാ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. ആണോ? തീർച്ചയായിട്ടും. അതുപോലെ നിങ്ങൾ കൊറോണ ടൈമിൽ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു അല്ല സംഭവം? അതെ, കൊറോണ ടൈമിൽ ഞങ്ങൾ ഒരു 9 മാസത്തോളം 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവർക്കും ഫുഡ് മീൻസ് ഡോക്ടേഴ്സിനും നഴ്സസിനും ഫ്രീ ആയിട്ടായിരുന്നു. ഫ്രീ ആയിട്ട് അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു. ഞങ്ങൾ ഡെലിവറി. അപ്പൊ ഇതൊരു ബിസിനസ് മാത്രമല്ല, സർവീസും കൂടിയാണ്. തീർച്ചയായിട്ടും. റിയാസ് കടയിൽ അതുപോലെ വേറൊരു പേട്ട ഐറ്റം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ റെസ്റ്റോറന്റിന്റെ ബോർഡ് പോലെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. അതെന്താന്ന് ഞാൻ റിയാസ് ഖാനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാം. റിയാസ് ഖാ, ഇത് ഏതാണ് വണ്ടി? എന്താണ് സംഭവം? ഇത് വണ്ടിപ്രാന്തന്മാര് നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് ലൈറ്റ് സ്പെഷ്യൽ വണ്ടിയാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണോ? അതെ, ലിമിറ്റഡ് ആണ്. അധികമില്ല. കേരളത്തിൽ ഇപ്പൊ എത്ര ഉണ്ടാവും? കേരളത്തിൽ ഇപ്പൊ 3 ഉണ്ടാവുള്ളൂ. കേരളത്തിൽ അങ്ങ് 3 3-4 അതിൽ കൂടുതൽ. നമ്മളിപ്പോ റെസ്റ്റോറന്റ് വരുന്ന ആൾക്കാർ ഇത് നിന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇരുന്ന് എടുക്കാറുണ്ട്. എല്ലാവരും ഇത് കയറി ഫോട്ടോ എടുക്കും. അല്ല, സാധാരണ ഇത്ര വലിയ വണ്ടിയാണെങ്കിൽ ഞാൻ പുറത്ത് അത് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാവുന്നതാണ്. ആണോ? സ്ട്രീറ്റിലൂടെ പോകുമ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നവർ മാത്രമല്ല
വണ്ടി കാണാൻ വേണ്ടി വരും ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ട് ആഹാ ഓക്കെ ഫോട്ടോ എടുപ്പിക്കാറുണ്ട്, അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പറഞ്ഞേക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ റിയാസ്കാടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-12 പേർക്ക് ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കാൻ പോവുകയാണ്. വേറെ എവിടെയല്ല, റിയാസ്ക സ്ഥിരമായിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ എവിടെ പോകണം റിയാസ്ക? കലൂര് ബസ് സ്റ്റാൻഡ്, കലൂർ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ ഉണ്ട്, പള്ളിയുടെ എനിക്ക് അറിയുന്ന കുറച്ച് സ്ഥലങ്ങൾ, അറിയണ സ്ഥലങ്ങളുണ്ട്. റിയാസ്ക എന്നിവർക്കാണ് ഫുഡ് കൊടുക്കാറ്? കൊടുക്കണ ആൾക്കാരിൽ ഒന്നാണോ? റിയാസ്ക എന്നും ഫുഡ് കൊടുക്കണ ആൾക്കാരിൽ ഒന്നാണ്. അവിചാരിതായിട്ട് കണ്ടുമുട്ടിയതാണ്. ഓക്കെ, റിയാസ്ക ഇവിടെ വരാറുള്ളതാണോ? അവിടെ കൊടുക്കണം, അവിടെ കൊടുക്കണം. അപ്പൊ നമ്മളിതെല്ലാം ചെയ്യണത് ഒരു ഷോ ഓഫോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ചെയ്യണ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? അതാണ് വേണ്ടത്. കാരണം നമ്മളിപ്പോ ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ച് അത് 4 ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. നമ്മളവിടുത്തെ ബിരിയാണി കഴിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ റെസ്റ്റോറന്റിൽ നിന്ന് കുറച്ച് ബിരിയാണി കഴിച്ച ആൾക്കാർക്ക് കൊടുക്കണത്. അത് വേറെ ഒന്നുമല്ല, അത് അത്രയും നല്ലൊരു ബിരിയാണി ആയതുകൊണ്ട് മാത്രമാണ്. റിയാസ്ക പിന്നെ റിയാസ്കാക്ക് ഇത് നിസ്സാരമാണ്, കാരണം റിയാസ്ക എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു കാര്യമാണ്. റിയാസ്ക ഞാൻ ഇങ്ങനെ വീഡിയോ കൊടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ റിയാസ്ക സമ്മതിച്ചില്ല. വീഡിയോ കൊടുക്കണ്ട, നീ വേണമെങ്കിൽ കൊടുത്തോ, വീഡിയോ കൊടുക്കാൻ സമ്മതിക്കില്ല. വേറെ ഒന്നുമല്ല, ആൾക്കാർ വിചാരിക്കും റിയാസ്ക ഇത് ഷോ ഓഫിനാ ചെയ്യണത്. അങ്ങനെ ഒന്നുമല്ല, നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യണ പോലെ കാണിച്ചു തന്നാൽ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമാവണം, ചെയ്യട്ടെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കാര്യം. അപ്പൊ കൊച്ചിയിൽ നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹൈദരാബാദി കിച്ചണിലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് ഓർഡർ ചെയ്യുന്നത് എന്റെ ഗ്യാരണ്ടി ആണ്. അപ്പൊ പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.